നമസ്കാരം. നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി കണ്ണൂരിൻ്റെ പൊക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ എപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുകയും ആളുകളെ കാണുകയും ഇടപെടുകയും സമ്മാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചേലോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ചേലോർ. ആ സ്ഥലം അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് വേറെ ഏതോ ഒരു ടൗണാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി നമ്മുടെ ചേലോർ എന്ന് പറഞ്ഞ സ്ഥലം എത്തി. അവിടെയാണ് നമ്മുടെ ഗെയിം നടക്കുന്നത്. എന്തായാലും നമുക്ക് പോയി. ഈ റോഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ണൂരിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് കണക്ഷൻ റോഡാണ്. ഇവിടെ നിന്നൊരു 70 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടന്നൂർ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൊടക് ഇല്ലേ, കൊടകിലേക്ക് 70 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊടകായി. ഇത് കണ്ണൂരിൽ നിന്ന് കൊടക് പോകുന്ന റൂട്ടാണ്, നേരെ കർണാടകയിലേക്ക് പോകുന്ന റൂട്ടാണ്. പണ്ട് മുതലേ ഉള്ള ഒരു റൂട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം നമ്മുടെ ചേലൂരിലേക്ക്. നമുക്ക് ഒന്നും നടക്കാം ഈ റോഡിലൂടെ. ആ വഴി ഒന്ന് കണ്ടുപിടിക്കണം എന്തായാലും. നമസ്കാരം. അപ്പോൾ സി കേരള സൂപ്പർ ബമ്പർ നടക്കണ്ട, എല്ലാവരും വരണം കേട്ടോ. ഇത് ഇന്നത്തെയാണോ നാളത്തെയാണോ? എത്ര രൂപ വരെ ഉണ്ട്? ഞങ്ങളുടെ 25,000 രൂപയുണ്ട്. അപ്പോൾ അവിടെ വന്നാൽ സമ്മാനം തരാം. വീണ്ടും നമസ്കാരം ചേലോറാ. അവിടെ ഉള്ളവർ കൈയടിച്ചില്ല, അവരോട് കൈയടിക്കാൻ പറഞ്ഞു. ഒന്ന് ഉഷാറായി കൈയടി. ആ അതാണ് പറഞ്ഞാള് ഒന്ന് ഉഷാറായിട്ട് കൈയടിക്കോ എന്നൊക്കെയാ ചോദിക്കണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സൂര്യ 10,000-ന്റെ റൗണ്ടിൽ എത്തി നിൽക്കുന്ന ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഇന്നറിയാം സൂര്യ 10,000 സ്വന്തമാക്കോ 25,000 സ്വന്തമാക്കോ അതോ നിലവിൽ കയ്യിലുള്ള 3,000 രൂപയും കൊണ്ട് വീട്ടിൽ പോകുമെന്ന് എന്ത് തോന്നുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ആണോ? പക്ഷെ ഈ 3,000 വരെ എന്തായാലും ഒരു കുഴപ്പമില്ല, ഭയങ്കര സന്തോഷം. അതെ, ഇന്നലെയായിരുന്നു സത്യത്തിൽ കാണാനൊക്കെ സന്തോഷം തോന്നിയത്. തുടക്കത്തെ ഫസ്റ്റ് ഗെയിം തന്നെ പൊളി മൂടായിരുന്നു. കളറൊക്കെ വാരി വിതറി അല്ലെ. ഇപ്പൊ പോയി ആള് മുഖമൊക്കെ കഴുകി സുന്ദരിയായിട്ട് വന്ന് നിൽക്കാണ്. അടുത്ത ഗെയിം നമുക്ക് അങ്ങനെ തന്നെ ഒരു റൗണ്ട് കൊടുത്താലോ? കളർഫുൾ റൗണ്ടാ? കളർഫുൾ റൗണ്ട് ആക്കിയാലോ? ഞാൻ റെഡിയാ. നമ്മള് റെഡിയാണ്. കാശി ഇനിയിപ്പോ 25,000-ലേക്കൊക്കെ പോവാണല്ലോ. എന്തായാലും നമുക്ക് തുടക്കം പതിവ് പോലെ ഉഷാറാക്കാം. എനിക്ക് ഇവിടെ നിന്ന് ആരാ ഒരു പാട്ട് പാടിത്തരാ, ഒരു നല്ല പാട്ട്? അവിടെ ഒരു അമ്മ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലാണ്. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ആദ്യത്തെ ഗായിക ഇവിടെ റെഡിയാണ്. എന്താ അമ്മയുടെ പേരെന്താ? ജാനകി. പേരിൽ തന്നെ ജാനകിയോ? അമ്പോ, എസ് ജാനകി എന്നുണ്ടോ അതോ? കെ വി ജാനകിയാണ് നമ്മുടെ ഗായിക. ഓക്കെ, പാടിക്കോ. ഒരു നല്ല പാട്ട് എല്ലാവർക്കും പാടിക്കൊടുത്തേ. നാട്ടിൻ പുറങ്ങളിലുള്ള കുട്ടികൾക്ക് നല്ലോരോണം വിട്ടാൽ പിന്നെ കൊയ്ത്തുകാലം വിശേഷമല്ലോ. മുണ്ടകൻ കൊയ്യുന്ന കാലം മുഴുത്ത മോദം പുല്ലുചെത്തി മുറ്റത്തുള്ള കല്ലുമണ്ണുമെല്ലാം നീക്കി നല്ല പോലെ തേച്ചിടുന്നു നെല്ലു ചിക്കുവാൻ. കൊറ്റിനില്ലാതുള്ള വേരും കൊയ്യുവാൻ കൂടും. തെരുതരെ കൊയ്ത നെല്ലു ചുരുട്ടാക്കി കേട്ടും പിന്നെ ചുരുട്ടൊക്കെ കാറ്റയാക്കി ചുരുട്ടി കേട്ടും. അമ്പോ, അടിപൊളി പാട്ട്, ഒരു നല്ല പാട്ട്, ഒരു നല്ല കൈ കൊടുത്തേ. ഇത് കൊയ്ത്തുപാട്ടല്ലേ? കൊയ്ത്തുപാട്ടാണ്. ആണ്. ഇത് ആര് പഠിപ്പിച്ചെന്നതാ അമ്മച്ചിക്ക്? ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ച പാട്ടാണ്. സ്കൂളിലാണ്? 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച പാട്ടാണ്. 2ാം ക്ലാസ്സിൽ പഠിച്ച പാട്ടാണോ? ഒരു കൈയടി കൊടുത്തേ. ഇത്രയും കാലം ഓർത്തിരിക്കുക, അതൊരു വലിയ കാര്യമാണല്ലോ. ഈ ശരിക്കും പാടത്ത് കൊയ്യാനൊക്കെ പോയി പാട്ട് പാടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പാടിയിട്ടുണ്ട്. അത് ശരി, ഒരു നല്ല കൈ കൊടുത്തേ നമ്മുടെ ജാനകി അമ്മയ്ക്ക്. ഇനി നമുക്ക് ഇവിടെ ഒരു അടിപൊളി നാടൻ പാട്ട് കൂടി ആയാലോ? ഈ സൈഡിൽ നിന്ന് ഒരു ഓളം വേണ്ടേ? അതിനുവേണ്ടി നമ്മുടെ ബീയിങ് ഹ്യൂമൻ ബനിയനൊക്കെ ഇട്ടൊരു ചുള്ള നിൽക്കുന്നുണ്ടല്ലോ. എന്താ പേര്? വിഷ്ണു. വിഷ്ണു. വിഷ്ണു എത്രയല്ല പഠിക്കുന്നത്? 10ല്. 10? പിന്നെ നോണോ അറിയില്ല, 10ലൊന്നും ആയിട്ടില്ല. ഓക്കെ, ഒരു നല്ല കൈഡ് എടുത്തേ വിഷ്ണുവിന്. പാടിക്കോ വിഷ്ണു. കൊച്ചാണ്ടേ പാണം കത്തനുമാ
വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറി കത്തിയാലോ എൻ്റെ കൊടല് കത്തണുമാ പ്രാണം പെടഞ്ഞിട്ടേ ദൈവേ ഓണം പടക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്നേ ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളിട്ടോ കാലത്തൻ്റെ അമ്മയും പൂക്കളിട്ടോ അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ടു പൂക്കളിട്ടോ പാടി പാടി പതിഞ്ഞൊരായിണങ്ങൾ ഞങ്ങളും പാടി നടന്നിടുമ്പോൾ പാടി പാടി പതിഞ്ഞൊരായിണങ്ങൾ ഞങ്ങളും പാടി നടന്നിടുമ്പോൾ പാതി വഴി വെച്ച് പാട്ടുമതിയാക്കി പാട്ടിന് പോയി മണിച്ചേട്ടൻ പാതി വഴി വെച്ച് പാട്ടുമതിയാക്കി പാട്ടിന് പോയി മണിച്ചേട്ടൻ തെക്കേപ്പുറത്തെ പ്ലാവുമൻ്റൊപ്പെ വരിക്ക ചക്കിണ്ടേ ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ ചക്ക മുറിച്ചിടാനുണ്ട് കൈച്ചുണ്ടൻ കാച്ചിടാനുണ്ട് എന്നോണെങ്കിടൻ്റെ ഒപ്പേ ചൊല്ലാനേ കിഴക്കേപ്പുറത്തെ കുഞ്ഞറക്കോ എൻ്റെ ചൊല്ലാനേ സൂപ്പർ, നല്ലൊരു കൈ കൊടുത്തേ. അവിടെ ഒരു ഓണപ്പാട്ടും കൊയ്ത്തുപാട്ടും കിട്ടി, ഇവിടെ ഓണം മണിച്ചേട്ടന്റെ ഓർമ്മയിൽ ഒരു നല്ല പാട്ട് കിട്ടി. ഒരിക്കൽ കൂടി നല്ലൊരു കൈ കൊടുത്തേ വിഷ്ണുവിന്. നമുക്കിനി സൂര്യയിലേക്ക് തിരിച്ചു വരാം. 10,000-ന്റെ ആ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നു. എല്ലാവരും കാത്തിരിക്കുകയാണ്. സൂര്യ എങ്ങാനും ഇനി 10,000 രൂപ അടിച്ചെടുക്കോ ദൈവമേന്ന്. ആർക്കെങ്കിലും കുശുമ്പ സൂയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. എന്തായാലും ഗെയിം എടുക്കാം. അതിൽ നിന്നൊരു ഗെയിം എടുത്തേ. ഗെയിം ഏതാ നോക്കാം. ഈ ഗെയിം എന്ന് പറയുന്നത് കിടിലൻ ഗെയിമാണ്. ഗെയിമിന്റെ പേര് തല തിരിഞ്ഞ കൈ എന്നാണ്. തല തിരിഞ്ഞ കൈ നമ്മുടെ കയ്യിലേക്ക് 10,000 രൂപ കൊണ്ടുവരുമെന്ന് നോക്കാം. ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഗെയിമിലേക്ക് പോകുന്നു. 10,000 രൂപയുടെ റൗണ്ട് തല തിരിഞ്ഞ കൈ. സൂര്യ അങ്ങനെ 10,000-ന്റെ റൗണ്ട് തുടങ്ങാൻ പോവാണ്. തല തിരിഞ്ഞ കൈ എന്നായിരുന്നു നമ്മുടെ റൗണ്ടിന്റെ പേര്. ഇതാണ് ആ കൈ. ഇത് നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഒന്ന് പിടിച്ചേ നോട്ടെ. പിടിക്കുന്നു. ഓക്കെ, ഇനി ബോൾ എടുക്കണം. ഈ കൈ കൊണ്ട് നമ്മൾ ഇപ്പൊ വീക്കണ്ട, ഇങ്ങനെ വീക്കണം. വീക്കിയിട്ട് ആ ബോൾ ഇതിലോ അതിലോ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഗെയിം. 40 സെക്കൻഡ് സമയമേ ഉള്ളൂ. ഓക്കെ, 2 ബോളുകളാണ് ക്യാച്ച് ചെയ്യേണ്ടത്. അത് സൗകര്യം പോലെ ഇതിലോ അതിലോ ക്യാച്ച് ചെയ്യാം. ഓക്കെ, ആ ബോൾ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അതിനനുസരിച്ച് ഇത് മൂവ് ചെയ്യണം. എന്നാലാണ് അത് ഇതിലേക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് നിലത്ത് പോകും. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആഹാ, ഇത്ര പെട്ടെന്നോ? 2. അപ്പുറത്തെ സൈഡിൽ അണ്ടർറോഡിട്ട് ഇന്ന് ഭാഗ്യ സൂര്യയുടെ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് 2. ഇട്ട് ചുമ്മാ നോട്ടെ. വീണില്ലെങ്കിൽ 1000 രൂപ ഞാൻ കൂട്ടോ. സൂര്യക്ക് എത്ര രൂപ കിട്ടി? 10,000 രൂപ സൂര്യയുടെ കയ്യിൽ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. മാത്രമല്ല സൂപ്പർ ബമ്പർ റൗണ്ട് 25,000 രൂപ കിട്ടുന്ന റൗണ്ട്. ആ റൗണ്ടിലേക്ക് കടന്നു. നമ്മൾ കണ്ണു നിറഞ്ഞിരിക്കണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റില്ല. സൂര്യ എന്തു പറ്റി കണ്ണൊക്കെ നിറഞ്ഞത്? ഞാനാണോ ചെയ്തതെന്ന് എനിക്ക് തന്നെ വിശ്വാസമില്ല. എന്റെ ഉള്ളിലെ നാഗവല്ലി ആയിരിക്കും എന്നാ പിന്നെ കളി ജയിച്ചത്. സൂപ്പർ ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും സ്പീഡിൽ കളി ജയിച്ചു. 2 സൈഡിലും ഇടുകയും ചെയ്തു. ഇതിന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തോ ഒരു അദൃശ്യ ശക്തി എന്തോ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. ആണല്ലേ? എന്നാ പിന്നെ 10,000 രൂപ നമുക്ക് അദൃശ്യ ശക്തിക്ക് കൊടുത്തേക്കാം. എന്ത് പറയുന്നു? ആരാണ് അദൃശ്യ ശക്തി? അപ്പൊ എന്തായാലും സൂര്യയുടെ ഗെയിം നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. സൂപ്പർ ബമ്പർ റൗണ്ട് 25,000 രൂപ. അതിനു മുമ്പ് ആ 10,000 രൂപ അങ്ങോട്ട് കൊടുത്താലോ? കയ്യോടെ സൂര്യക്കുള്ള 10,000 രൂപ കൊടുക്കുന്നു നമ്മൾ. 10,000 രൂപ കൊടുക്കട്ടെ. നമ്മളപ്പോ ഓൾറെഡി 3,000 തന്നിട്ടുണ്ട്. അപ്പൊ ഇനി 7,000 വരും അല്ലേ? 7,000. 2 2 4 2 6 1 7. ഓക്കെ,
7,000 രൂപ കൊടുക്കുന്നു. ഇപ്പൊ ടോട്ടൽ 10,000 രൂപ സൂര്യയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലൊരു കൈ കൊടുത്തേ. സൂര്യ 10,000 രൂപ കൈ കിട്ടി. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചു. അതായത് മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. എന്താണ് ആ ലക്ഷ്യം? അതൊന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. ഓക്കെ, എന്നിട്ട് അടുത്തത് നല്ല സർക്കാർ ജോലി. പിന്നെ അടുത്തത് ഒന്നാമത്തെ സർക്കാർ ജോലിയാണ്. ഒന്നുമല്ല, അത് 2 കാലം ഒന്ന് ഭൂമിയിൽ ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടിപൊളി, നല്ല കൈ കൊടുത്തേ. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും അവരെ പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യത്തില് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് പഠിപ്പിക്കണമെന്ന് ഒരു വലിയൊരു ആഗ്രഹം. ഒരു ഗംഭീര കൈ കൊടുത്തേ. സൂര്യ ഒരുപാട് ലക്ഷ്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് അത്യാവശ്യം ഹെൽപ്പ് നമ്മളും ചെയ്യാണ്. 10,000 രൂപ കൈ കിട്ടി സൂര്യയുടെ. ഇനി നമുക്ക് സൂപ്പർ ബമ്പർ റൗണ്ട് 25,000 രൂപയിലേക്ക് പോണം. അതിനു മുമ്പ് ഇവർക്കൊരു സമ്മാനം കൊടുത്താലോ? ഇവർ കുറെ നേരമല്ലേ കണ്ടിരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ. പഴഞ്ചൊല്ലാണത്, കുസൃതി ചോദ്യമല്ല. വീട്ടമ്മമാർക്ക് ചിലപ്പോ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമായിരിക്കും. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഞാൻ ദിവസേന കുളിക്കും, മഞ്ഞ നീരാടും, അതായത് മഞ്ഞ വെള്ളത്തിലും കുളിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ കറുത്ത് കാക്കയെ പോലെ ഇരിക്കും. ആരും എന്റെ പേര് പറയരുത് കേട്ടോ. ദേ അവിടെ കൈവക്കി 2 പേര് കൈവക്കിയുണ്ട്. തീക്കനലോ? തീക്കനല് ചുമന്നല്ല ഇരിക്കുന്നത്. തീക്കനല് അതെങ്ങനെയാ കറുത്തിരിക്കുന്നത്? ഓക്കെ, എന്താണ്? ഒരു നല്ല കൈയുടെ എടുത്തേ. അമ്മിക്കല്ലെന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. എന്താ പേര്? ഇന്ദു. വീട്ടിൽ ഇപ്പോഴും അമ്മിക്കല്ലുണ്ടോ? ഉണ്ട്. അതാണല്ലോ ഇത്ര പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യട്ടെ. ഒരു ഉത്തരം പറയാം. ഇപ്പൊ നമ്മള് ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു. ഇനി ഉത്തരം പറയും. ആ ഉത്തരത്തിന്റെ പഴഞ്ചൊല്ല് പറയണം എന്നോട്. ചെരുപ്പ്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അപ്പോ ഇന്ദു ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്നു ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. കയ്യടി പൊട്ടട്ടെ. അപ്പോ നമ്മൾ അങ്ങനെ സൂപ്പർ ബമ്പർ റൗണ്ടിലേക്ക് കിടക്കാണ്. സൂര്യ 25,000 രൂപയുടെ റൗണ്ട്. ഒരു നല്ല കൈയ്യടി കൊടുത്തേ സൂര്യക്ക്. എന്താണ് ഗെയിം എന്ന് നോക്കാം. 25,000 രൂപയ്ക്ക് സൂര്യക്ക് കിട്ടാൻ പോകുന്ന ഗെയിം എടുത്തോ. സൂപ്പർ ബമ്പർ റൗണ്ടാണ്. സെക്കൻഡുകൾ കുറയും. ഗെയിം ചിലപ്പോ കഠിനമാകും. ആകെ 20 സെക്കൻഡേ ഉണ്ടാവുള്ളൂ ഈ റൗണ്ടിൽ. സ്വാഭാവികമായിട്ട് ഇത്തിരി ടഫ് ഗെയിമും ആയിരിക്കും, കാരണം 25,000 രൂപയൊക്കെ തന്നെ അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, 8ന്റെ പണി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 25,000 രൂപയ്ക്ക് സൂര്യക്ക് കിട്ടുന്നത് 8ന്റെ പണിയല്ല, മുട്ടിന്റെ പണിയാണ്. മുട്ടിന്റെ പണി. അതായത് ഈ മുട്ടുകയിൽ നമ്മളൊരു ചരട് കെട്ടി തൂക്കിയിട്ടുണ്ടാവും, അതിൽ ഗ്ലാസ് ഉണ്ടാവും. ബോള് ഇങ്ങനെ ആട്ടി മുകളിലേക്ക് എടുത്തു വെക്കലാണ് ഗെയിം. ആട്ടി, അതായത് ഈ നൂലിൽ ബോൾ ഉണ്ടാവും, അത് മുകളിലെ ഗ്ലാസ്സിലേക്ക് ഇടലാണ് ഗെയിം. ഇങ്ങനെ ആട്ടി, ഇങ്ങനെ പൊക്കി മുട്ടുകൊണ്ടാണ് കളിക്കേണ്ടത്. റെഡി? അപ്പോ 20 സെക്കൻഡ് കൊണ്ട് സൂര്യ 25,000 രൂപ സ്വന്തമാക്കുമോ എന്ന് നോക്കിയാലോ. സൂര്യക്കുള്ള ഗെയിം മുട്ടിന്റെ പണി. അപ്പോ 20 സെക്കൻഡ് കൊണ്ട് സൂര്യ 25,000 രൂപ സ്വന്തമാക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ എടുക്കുന്നു എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അപ്പോ സൂര്യ 25,000 രൂപ സ്വന്തമാക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളും നിങ്ങളും സി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും. അപ്പോൾ സൂര്യയുടെ കയ്യിൽ നമ്മൾ മുട്ടിന് മുകളിലായിട്ട് 2 ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ദേ ബോൾ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് മുട്ടുകൊണ്ട് ഇങ്ങനെ ആട്ടി ഗ്ലാസ്സിലേക്ക് വരുത്തണം. 20 സെക്കൻഡേ സമയം ഉണ്ടാവുള്ളൂ. 20 സെക്കൻഡ് സമയം തീരുമ്പോൾ 2 ബോളും ഗ്ലാസിന്റെ ഉള്ളിൽ വേണം. അപ്പോൾ ഒരെണ്ണം വീണ് ചിലപ്പോൾ അടുത്തത് ആട്ടും ചാടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റേ കൈ പിന്നെ അനക്കാതെ പിടിക്കേണ്ടത് സൂര്യയുടെ കടമയാണ്. റെഡി അല്ലേ? ടെൻഷനൊന്നും വേണ്ട, നമുക്ക് കളിച്ചു നോക്കാം. 25,000 കിട്ടുമോ നോക്കാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൂപ്പർ സൂപ്പർ. ഒരെണ്ണം ചാടിച്ചു. പോരട്ടെ. 10 സെക്കൻഡ് കഴിഞ്ഞു. 10 സെക്കൻഡ് കഴിഞ്ഞു. 10 9 8 7 6 5 4 3 2 1.
ഒരെണ്ണം കറക്റ്റ് ആയിരുന്നു. ഞാൻ എണ്ണിപ്പോ ടെൻഷനായോ? ഇല്ല. ഇല്ല. പിന്നെന്ത് പറ്റി? ഒന്നുമില്ല, ഇതിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ കേൾക്കുന്ന ബോളല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ കേൾക്കുന്ന ബോളല്ല. പക്ഷെ എന്തായാലും 10,000 രൂപ സ്വന്തമാക്കിക്കൊണ്ടാണ് സൂര്യ ഇവിടുന്ന് ടാറ്റ പറയുന്നത്. ഒരു നല്ല കൈഡി കൊടുത്തേ സൂര്യക്ക്. 10,000 രൂപ സ്വന്തമാക്കിക്കൊണ്ട് സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഈ വേദിയിൽ നിന്നും ടാറ്റ പറയാൻ പോവുകയാണ് സൂര്യ. പക്ഷെ സൂര്യ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കോൺഫിഡൻസ് ഉള്ള, ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. ഒരു നല്ല കൈയടി കൊടുത്തേ സൂര്യക്ക്. സൂര്യ അപ്പോ സൂര്യയുടെ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു, ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. സി കേരളം സൂപ്പർ ബമ്പർ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് PSC ഒക്കെ എഴുതുന്നുണ്ടാവും. PSC ജയിക്കാൻ വേണ്ടി ഒരു 10 എളുപ്പവഴി പറഞ്ഞു കൊടുക്കാമോ? എളുപ്പ വഴി 10ഒന്നുമില്ല, ആകെ 2 കാര്യം മാത്രമേ ഉള്ളൂ. സക്സസിന് പിന്നെ എളുപ്പ വഴി എന്നൊരു വാക്കേ ഇല്ല. സക്സസിന് വഴി മാത്രമേ ഉള്ളൂ, എളുപ്പമില്ല. ആകെ 2 കാര്യം ചെയ്യണ്ടേ. നമ്മൾ തമാശക്കാണെങ്കിൽ പറയൂ ഉള്ളീന്ന് വരണം എന്ന് പറയൂ. ഈ ആഗ്രഹം എന്ന് പറയുന്നത് അത് ജോലി നേടുന്ന കാര്യത്തിലാണെങ്കിൽ, എന്ത് നേടുന്ന കാര്യത്തിലാണെങ്കിലും അത് ഉള്ളീന്ന് വരുവാണെങ്കിൽ ഡബിൾ. ഒരു നല്ല കൈഡി കൊടുത്തേ. അടുത്തത് ഈ പരിപാടി വീട്ടിൽ കണ്ടിരിക്കുന്ന സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ആഗ്രഹം ഉള്ളീന്ന് വരുന്ന ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും 1 വർഷം കൊണ്ട് നിങ്ങൾ സർക്കാർ ജോലി ഒരു കസേരയിൽ ഇരുന്നിട്ട് കാറ്റുകൊള്ളേണ്ട അവസ്ഥയിൽ ഉറപ്പായിട്ട് 1 വർഷം മതി. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് പഠിച്ചാൽ കൃത്യമായിട്ട്. കഠിനാധ്വാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ഹാർഡ് വർക്ക് വേണ്ട, സ്മാർട്ട് വർക്ക് മാത്രം മതി. ആ സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കും. ഒരു നല്ല കൈഡി സൂര്യക്ക് കൊടുത്ത്. പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. ഈ PSC എഴുതുന്നവർക്ക് മാത്രമല്ല, ജീവിതത്തിൽ എന്താഗ്രഹമുള്ളവർക്കും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ സൂര്യക്കും ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ, വലിയ ഒരു വ്യക്തിയായി തീരട്ടെ. വളരെ നന്ദി. ടാറ്റ. കാണാം. പോകുന്നതിന് മുമ്പേ ടാറ്റ കാണാമെന്നല്ല, എനിക്ക് അടുത്ത കണ്ടസ്റ്റന്റിന്റെ പേരെടുത്ത് തരണം. അടുത്ത ആളെ സെലക്ട് ചെയ്യുന്നത് സൂര്യയാണ്. ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് തന്നു. ഇനി ശരിക്കും ടാറ്റ. കാണാം. താങ്ക് യു. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ അവസരം ഒരുക്കി തന്ന സി കേരളം ചാനലിനും ഇവിടുത്തെ AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇനി അടുത്ത മത്സരാർത്ഥി. സത്യം പറഞ്ഞ 2 ദിവസമായിട്ട് ഒരാള് നമ്മളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഉഷാറായി മത്സരിച്ചിട്ട് ആളിവിടുന്ന് ടാറ്റ പറഞ്ഞു. അടുത്ത മത്സരാർത്ഥിയെ എടുത്ത് തന്നിട്ടാണ് പോയത്. അടുത്തത് ഷീന. എവിടെ ഷീന? ഷീനയാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി. ഷീനയ്ക്കുള്ള കയ്യടികൾ ഇവിടെ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. നമസ്കാരം ഷീന. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, മോള്, ഭർത്താവിന്റെ അമ്മയുണ്ട്, അനിയനുണ്ട്. അവരൊക്കെ ഇവിടെ ഉണ്ടോ? കാണാൻ വന്നുണ്ടോ? അമ്മയില്ല, അനിയനോ എല്ലാരും. അനിയനുണ്ട്. ഹസ്ബൻഡ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? നിങ്ങളാണോ? അത് ശരി. പേരെന്തായിരുന്നു? ഉനീഷ് ഏട്ടൻ. ഒരു ഹായ് വന്നേ അവിടെ വന്നിട്ട്. ഓക്കെ. അപ്പോ അടുത്ത റൗണ്ട് മത്സരത്തിലേക്ക് പോകാം. ഷീനയുടെ ആദ്യത്തെ റൗണ്ട് മത്സരമാണ്. എല്ലാവരും ഉഷാറായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളണം. 1000 രൂപയുടെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുന്നു ഷീനയുടെ. അപ്പോ ഷീനയുടെ ആദ്യ റൗണ്ട് മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ അതിനുള്ള സംഭവങ്ങളെല്ലാം റെഡിയായി. നമ്മുടെ സൂപ്പർ ബമ്പർ കണ്ടിട്ടുണ്ടോ? കാണാറുണ്ടോ സ്ഥിരമായിട്ട്? ആഹാ, അപ്പൊ സ്ഥിരമായിട്ട് സൂപ്പർ ബമ്പർ കാണുന്ന ആൾക്ക് കൂടുതൽ അത്യാവശ്യമൊക്കെ കാണുന്നത്. ഞാൻ സ്ഥിരമായിട്ടായത് കൊതിച്ചുപോയി. ഇനി സ്ഥിരമായിട്ട് കാണണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോ ഈ സംഭവങ്ങളൊക്കെ പെട്ടികൾ എന്താന്നൊക്കെ അറിയാലോ? എന്തൊക്കെയാണ്? ഇതെന്താ സംഭവം? അതോ? അതൊക്കെ അറിയാലോ? അപ്പൊ തുടങ്ങിയാലോ? ആദ്യത്തെ പണി ചോദിച്ചു മേടിക്കുന്നു. ഷീനയുടെ ആദ്യത്തെ ഗെയിം എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഈ ഗെയിം പറഞ്ഞ് ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഓരോരോ ധവനങ്ങളോ ഓടിപ്പോണേ എന്റെ ഇടയ്ക്ക്. ഓക്കെ, നിയമം നോക്കാൻ വേണ്ടി പോയതായിരിക്കും. ഞാൻ അതാ പറയാൻ വന്നത്. എന്തായാലും നമുക്കിതിങ്ങനെ ഓരോ സ്റ്റേജ് ഉണ്ട്. 1000 രൂപ, 2000 രൂപ.
ആ സ്റ്റേജുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ നിയമങ്ങൾ എന്നൊക്കെ ഉള്ളതൊന്ന് പെട്ടെന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഗെയിമിലേക്ക് തുടങ്ങാം. എന്തായാലും ഷീനയുടെ ആദ്യത്തെ ഗെയിം, 1000 രൂപയുടെ ഗെയിം, വെടിക്കെട്ട് എന്നാണ് പേര്. പടക്കം പൊട്ടിക്കണ്ട, പകരം ബലൂൺ ചവിട്ടി പൊട്ടിച്ചാൽ മതി. അതിന്റെ ടേ ശബ്ദം നമുക്ക് തൽക്കാലം പടക്കമായിട്ട് കരുതാം. പക്ഷേ ഇവിടെ ബലൂൺ ചവിട്ടി പൊട്ടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കണ്ണു കെട്ടില്ല. നേരത്തെ ബൗള് നേരത്തെ മറ്റേ ചേച്ചിക്ക് വെച്ചു കൊടുത്തില്ലായിരുന്നോ ആമറൈറ്റ് ഗെയിമിന്? അതുപോലെ ബൗൾ ഇങ്ങനെ വെച്ച് തരും, മുകളിലേക്ക് നോക്കണം, എന്നിട്ട് താഴെയുള്ള ബലൂണുകൾ ചവിട്ടി പൊട്ടിക്കണം. അപ്പൊ ഇത് വീഴാതെ ബാലൻസ് ചെയ്യണം. അടിപൊളിയായിരിക്കും. നമ്മൾ മറ്റേ ഡാൻസ് ഒക്കെ കളിക്കണമായിരിക്കും മൊത്തത്തില്. റെഡി? തുടങ്ങാം. 120 സെക്കൻഡ് കൊണ്ട് അഥവാ 2 മിനിറ്റ് കൊണ്ട് ഷീന 1000 രൂപ സ്വന്തമാക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഗെയിം വെടിക്കെട്ട്. ഷീനയുടെ ആദ്യ റൗണ്ട് മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെറ്റിയിൽ വെക്കാനുള്ള ബൗൾ കയ്യിൽ തന്നിട്ടുണ്ട്. ഇവിടെ കുറേ ബലൂൺ ഉണ്ട്. ഈ ബലൂണുകളിൽ നിന്നും 7 എണ്ണമാണ് നമ്മൾ 120 സെക്കൻഡ് കൊണ്ട് ചവിട്ടി പൊട്ടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അങ്ങനെ പോകുമ്പോൾ ഇത് നിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം പൊട്ടിയത് കൂട്ടില്ല. ഓക്കെ, റെഡി? അപ്പൊ അത് ബാലൻസ് ചെയ്യലാണ് മെയിൻ ഗെയിം എന്ന് പറയുന്നത്. 7 എണ്ണമാണ് ഇത് പൊട്ടിക്കേണ്ടത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചവിട്ടിക്കോ. ബലൂണൊക്കെ പിറകോട്ട് പോയി. നിങ്ങൾ ഒന്ന് പോയി. അപ്പൊ അത് കൂട്ടൂല കേട്ടോ. ഇനി ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നന്നായിട്ട് കൈയടിച്ചേ. പോവാതെ അത് ബാലൻസ് ചെയ്തോട്ടോ. പോവാതെ. ഓക്കെ, 2 രണ്ടെണ്ണം. അടിപൊളി. മൂന്നെണ്ണം. വീണ്ടും പോയോ? അപ്പൊ ഇനി ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. ഇത് 7 എണ്ണം പൊട്ടിക്കണം കേട്ടോ. ഒന്ന് പയ്യെ ചെയ്താൽ മതി. ബൗള് ശ്രദ്ധിക്കുക, അത് വീഴാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. രണ്ടെണ്ണം അതിന്റെ 2 എണ്ണം. പതുക്കെ മുന്നോട്ടോ. അത് തന്നെ. അത് വീഴാതെ നോക്കട്ടെ, ബൗള് വീഴാതെ നോക്ക്. 3 എണ്ണമായി. പതുക്കെ ലെഫ്റ്റിലേക്ക് അവിടെ ഉണ്ട്. 4 എണ്ണമായി. ഇനി ഇങ്ങോട്ട് വാ, പതുക്കെ അവിടെ. ഇനി 3 എണ്ണം കൂടി മതി. പയ്യെ ചെയ്താൽ മതി. 5 എണ്ണം. ഇനി 2 എണ്ണം മതി. സമയമുണ്ട്. നെറ്റിയിൽ അത് വീഴാണ്ട് നോക്കുക കേട്ടോ. സമയമുണ്ട്. പയ്യെ. അവിടെ ഒരെണ്ണമുണ്ട്. പയ്യെ കാല് പൊക്കി വെക്കുക. ഇനി ഒരെണ്ണം കൂടി മതി. ഷീന തുടക്കം ഒന്ന് പതറിയെങ്കിലും പിന്നെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് ഗെയിമിലേക്ക് പോയി. പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ ചവിട്ടി പൊട്ടിക്കാൻ എളുപ്പമല്ലേ? അതിപ്പോ ഇവരോട് പറഞ്ഞ പടപടാതെ പൊട്ടിച്ചേരും നമുക്ക്. അതാണല്ലോ ഗെയിം എന്ന് പറയുന്നത്. പക്ഷെ ബാലൻസ് ചെയ്ത് നന്നായിട്ട് ഗെയിം ചെയ്തു അല്ലേ? ഒന്ന് തുടക്കം ഒന്ന് പതറി, പക്ഷെ ഓക്കെ. ഇപ്പൊ 7 എണ്ണം ടപ്പേന്ന് പൊട്ടിച്ച് കയ്യിൽ എത്ര രൂപ കിട്ടി? 1000 രൂപ കിട്ടാൻ പോകുന്നു അല്ലേ? ഒരു നല്ല കൈയ്യടി കൊടുത്തേ ഷീനയ്ക്ക്. 1000 രൂപ കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ അല്പം ഒപ്പനയായാലോ? ഒപ്പന റെഡി അല്ലേ? ഒരു നല്ല ഒപ്പന കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മണത്താലും കദളിപ്പൂ നിറത്താലും മദനപ്പൂ നിറത്താലും മനതാരിൽ വിള
വിജയിച്ച് കൗതുക പുതുനാരി ഇത വരുന്നേ നാരി ഇത വരുന്നേ അരിമപ്പ പുതുനാരി ഇത വരുന്നോ ആശയാലെ പുതുനാരി ഇത വരുന്നോ ഇത വന്നല്ലോ അഴകേറും പുതുനാരി ഇരിക്കുന്നുണ്ട് പുതുനാരി പുഞ്ചിരി തൂകിട്ടിരുന്നിടുന്നേ നാരി ഇരുന്നിടുന്നേ മുഖം കുനിച്ചിടുന്നേ പുതുമണം വിലസിടുന്നേ കത്തും അരഞ്ഞാണം തിളങ്ങിടുന്നേ തെളിപൊളി തിളങ്ങിടുന്നേ കത്തി തിളങ്ങിടുന്നേ മുത്തായ ബീവിലിന്റെ മുല്ലപ്പൂങ്കാവനത്തിൽ മുത്തുക്കുടയും ചൂടി അറകേറുമ്പോൾ മുന്നമായി മുഹബത്തിൻ സുഖം കൊള്ളുന്നേ കാലമിന്നോളമായി കൽബ് കൊതിച്ചു നിന്റെ കൗമാരകാരങ്ങളിൽ അമർന്നുകൊണ്ട് കാലകാലവും കഴിയാൻ കാത്തിരുന്നിടുന്നേ മുത്തായ ബീവി നിന്റെ മുല്ലപ്പൂങ്കാവനത്തിൽ മുത്തുക്കുടയും ചൂടി അറകേറുമ്പോൾ മുന്നമായി മുഹബത്തിൻ സുഖം കൊള്ളുന്നേ പത്തരമാറ്റൊത്ത മുത്തല്ലേ മണിമംഗല്യ നാളൊളി സ്വത്തല്ലേ സ്വർഗപ്പൂന്തോപ്പിന്ന് മാലാഖമാർ വന്ന് കൈകൊട്ടി പാടുന്ന രാവല്ലേ ഇന്ന് മംഗല്യ സൗഭാഗ്യരാവല്ലേ മൈക്കണ്ണിൻ ജന്നത്ത് തെളിയുന്ന പെണ്ണ് മൊഞ്ചത്തിക്കുന്നൊരു പുഞ്ചിരിയാണ് മംഗല പൂമുഖലെങ്കി മറിഞ്ഞ് പൂങ്കണിക്കാരമ്പമാരണിഞ്ഞ് കരിവള്ള തരം കൊട്ടി തോഴികൾ നിരനിത ഒപ്പന പാടുന്നേ കരിമിഴീണകളിൽ കനലുകൾ ഒളിപ്പിച്ച് പുതുക്ക പെണ്ണാടുന്നേ നുണക്കുഴി വിരിയുന്ന കവിളത്ത് മണവാളൻ ചുംബന നൽകുമ്പോൾ പുളകത്തിൽ കുളിർ നിന്നിൽ പൂക്കുമ്പോൾ നാണം കാണാനാരാണ് നിന്റെ നാണം കാണാനാരാണ് കുടമുല്ല ചിരിയുള്ള കൊയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി നിന്റെ അരിമുല്ല കീനാവിന്റെ അഴകേറും പുതുമാരൻ ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ അഹദായവരേ സഹദായവരേ അഴകിനുടയോനേ നവദമ്പതികൾ സുഖമായി കഴിയാൻ കൃപ നീ നൽകണേ. എല്ലാവരോടും സമ്മതം ചോദിച്ച് പെണ്ണിനെ അറയിലേക്ക് കൊണ്ടുപോകുന്നു. അറയിലേക്ക് പോകാൻ പറയുമ്പോൾ ചിരിയോ? അത് കണ്ടാൽ മാരൻ നിന്നെ കളിയാക്കിയില്ലേ പെണ്ണ്? എല്ലാരും സമ്മതം തന്നില്ലേ പുതു പെണ്ണിനെ കൊണ്ടിതാ ഞങ്ങൾ പോന്നേ. എല്ലാരും സമ്മതം തന്നില്ലേ പുതു പെണ്ണിനെ കൊണ്ടിതാ ഞങ്ങൾ പോന്നേ. ഇതുവരെ പെറ്റുമ്മ പോറ്റിയില്ലേ ഇനി മാരൻ്റെ ഉമ്മ വളർത്തിയിടട്ടെ. ഇതുവരെ പെറ്റുമ്മ പോറ്റിയില്ലേ ഇനി മാരൻ്റെ ഉമ്മ വളർത്തിയിടട്ടെ. ഇതുവരെ പെറ്റുമ്മ പോറ്റിയില്ലേ ഇനി മാരൻ്റെ ഉമ്മ വളർത്തിയിടട്ടെ. ഷീന 1000 രൂപയുടെ റൗണ്ട് ജയിച്ചു. ആ സന്തോഷത്തിൽ നമ്മൾ ഒരു അടിപൊളി ഒപ്പന കണ്ടു. ഇനി ആ 1000 രൂപ നമ്മൾ കൊടുക്കണം അല്ലേ? ഒരു നല്ല കൈഡി എന്നാൽ നമുക്ക് 1000 രൂപ കൊടുക്കാം. ഷീനയുടെ 1000 രൂപ, ഷീന സ്വന്തമാക്കിയ 1000 രൂപ നമ്മൾ കൊടുക്കുകയാണ്. ഒരു നല്ല കൈയടി കൊടുത്ത 1000 രൂപയ്ക്ക്. കയ്യടികൾ കൂമ്പാരമായി ഇനിയും വരും. 1000ന് മുകളിലേക്ക് നമുക്ക് പോവാം. നേരത്തെ ആള് 10000 സ്വന്തമാക്കിയിട്ടാ പോയത്. നമുക്ക് ഷീന എത്ര സ്വന്തമാക്കുന്നു നോക്കാം. ശ്രമിച്ചാൽ 25000 കിട്ടും. അമ്പോ, ശ്രമിച്ചാൽ 25000 കിട്ടുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിം എടുത്താലോ? എടുത്തോ, അടുത്ത ഗെയിം എടുത്തോ. ഏതാണെന്ന് നോക്കാം. ഓക്കെ, അടിപൊളി ഗെയിമാണ് ഈ ഗെയിമേ. ഞാൻ ചില ക്ലൂ തരാം. ഗസ് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഈ ഗെയിമിന്റെ പേര് പറയുകയാണെങ്കിൽ സമ്മാനം തരും. റെഡി അല്ലേ? പറഞ്ഞു നോക്കിയാലോ? ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഗസ് ചെയ്യണം. ഈ ഗെയിമില് ഒരു സിനിമാ പേരുണ്ട്. ഓക്കെ, പിന്നെ ഈ ഗെയിമില് 2 വാക്കാണ്. ആദ്യത്തെ വാക്ക് ആകാശത്ത് കാണുന്ന ഒരു സാധനമാണ്.
എന്തെങ്കിലും ഐറ്റം കിട്ടുന്നുണ്ടോ ഈ 2 ക്ലൂവില്? എന്താണ്? മഴവിൽ കാവടി എന്ന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഗെയിം കറക്റ്റ് അല്ല. പക്ഷെ അതിനകത്ത് ഒരു വേർഡ് ഇതിനകത്ത് ഉണ്ട്. എന്താണ്? മഴവിൽ കൂടാരം. കൂടാരം. മുന്നോട്ട് വന്നേ. എന്താണ് പറഞ്ഞത്? മഴവിൽ കൊട്ടാരം എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഗെയിം, മഴവിൽ കൊട്ടാരം. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേര് ഗസ് ചെയ്ത് കണ്ടുപിടിച്ചത് ഉണ്ണിയാണ്. ഉണ്ണി നമ്മുടെ ഷീല ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. ഉണ്ണിയിലേക്ക് എത്തിയത് ഇവിടെ നിന്നാണല്ലേ. മഴവില്ല് തുടങ്ങി, മഴവിൽ കൂടാരം വന്നു, മഴവിൽ കൊട്ടാരത്തിലെത്തി. എന്തായാലും നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ട് നമ്മൾ ഉണ്ണിക്ക് കൊടുക്കാണ്. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. അപ്പോ ഒരു വീട്ടിലേക്ക് 1000 രൂപയും കിട്ടി, നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു ഷർട്ടും കിട്ടി. നമ്മൾ അപ്പോ ഗെയിമിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമുക്കെടുക്കാം സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു കിടിലൻ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിൽ ഷീന മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്നു. മഴവിൽ കൊട്ടാരമാണ് നമ്മുടെ ഗെയിം. ഒരു കൊട്ടാരം നമ്മളിവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കോൺ, അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ്, ബോൾ, അതിന്റെ ബൗൾ, പിന്നെ ഒരു ബോൾ. ഇങ്ങനെ 2 കൊട്ടാരം നമ്മളിവിടെ റെഡിയാക്കണം. 2 കൊട്ടാരം റെഡിയാക്കുമ്പോൾ ചിലപ്പോൾ മറ്റേതൊക്കെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 10 സെക്കൻഡ് എങ്കിലും നിൽക്കണം. അപ്പൊ അത്രയും ബാലൻസ് ചെയ്ത് വേണം ചെയ്യാൻ. വെച്ച ഉടനെ വീഴരുത്. ഓക്കെ, അപ്പോൾ 100 സെക്കൻഡ് സമയമാണ് നമുക്ക് ഈ റൗണ്ടിനുള്ളത്. ഷീനയ്ക്ക് 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 2 മഴവിൽ കൊട്ടാരം തയ്യാറാക്കിയാൽ നമ്മൾ 2ാം റൗണ്ട് ജയിച്ച് 3000 റൗണ്ടിലേക്ക് കടക്കും. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചോ. ഉഷാറായിട്ട് മത്സരിക്കുന്നുണ്ട്. കോൺ വെച്ചു, അതിന്റെ മുകളിൽ ഗ്ലാസ് വെച്ചു, ഇനി ബോൾ വെച്ചു. ഓക്കെ, ഇനി ബൗൾ. അത് ശരിക്കും ബാലൻസ് ചെയ്ത് വെച്ചു, അതല്ലെങ്കിൽ പ്രശ്നം. ഓക്കെ, ഇനി അതിന്റെ മുകളിൽ ഒരു ബോൾ കൂടി. പയ്യെ അത് തെന്നിപ്പോടും. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് എല്ലാവരും അപ്പ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അത് പയ്യെ വെക്കും. ഓക്കെ, സമയമുണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയമുണ്ട്, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. ഒരെണ്ണം റെഡിയായി. ഇനി രണ്ടാമത്തെ 1 2 3 4 5 6 7 8 10. ഓൾറെഡി 10 സെക്കൻഡ് ഒക്കെ അവിടെ ഇരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി അടുത്തത് റെഡിയാക്കിക്കോ. രണ്ടാമത്തെ കൊട്ടാരം റെഡിയാക്കിക്കോ. വീഴാതെ. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി 50 സെക്കൻഡ് കൂടിയാണ് നമുക്കുള്ളത്. അപ്പൊ അതിനുള്ളിൽ രണ്ടാമത്തതും കൂടി റെഡിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പറ്റും, സിമ്പിളാണ്, ആള് ചെയ്യുന്നുണ്ട്. നിർണായക സംഭവങ്ങളിലേക്ക് എടുക്കാണ്. പയ്യെ എവിടെ ബാലൻസ് ആയി എന്ന് ഉറപ്പായിട്ട്. നമ്മള് വെച്ചതും വീണില്ല, ആള് വെച്ചതും വീണില്ല. ഇതിന്റെ ഇടയിൽ പശ വല്ലതും ചേർത്തായിരുന്നു? അതൊന്നും വീഴല്ലോ. ഒരു നല്ല കൈഡി കൊടുത്തേ. ഷീന 2000ന്റെ റൗണ്ട് കടന്ന് ഉറപ്പായും കിട്ടുന്ന 3000ന്റെ റൗണ്ടിലേക്ക് എത്തി. അടുത്ത ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം എടുക്കാം. അടുത്ത റൗണ്ട് ഏതാണ് ഗെയിം നോക്കാം. എടുത്തോ. ഈ ഗെയിമിന്റെ പേര് അടിപൊളി പേരാണ്. തട്ടിക്കോ കൊട്ടയിലേക്ക് എന്നാണ് ഗെയിമിന്റെ പേര്. 3000 രൂപ ഉറപ്പായും കിട്ടുന്ന റൗണ്ടിൽ ഷീന മത്സരിക്കാൻ പോകുന്നു. അതിനുള്ള തലയിലെ കൊട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ മഞ്ഞ ബോളുകൾ ഈ കൊട്ടയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിൽ കുറേ ഉണ്ട്, കുറേയൊന്നും വേണ്ട. നമുക്ക് 80 സെക്കൻഡാണ് ഈ റൗണ്ടിനുള്ളത്, അറിയാലോ. 20 സെക്കൻഡ് വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 80 സെക്കൻഡിനുള്ളിൽ 4 ബോളുകളാണ് അതിലെത്തിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ നമ്മൾ തട്ടുമ്പോൾ ബോൾ ഇതിൽ വീഴുകയും അടുത്തത് തട്ടുമ്പോൾ ബോൾ ചാടി പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് 80 സെക്കൻഡ് തീരുമ്പോൾ 4 എണ്ണത്തിൽ ഒരു 3 ബോളെങ്കിലും അതിൽ വേണം. ഒരെണ്ണം ചാടി പോയാലും കുഴപ്പമില്ല, അത് ഞങ്ങൾ സഹിച്ച് ക്ഷമിച്ച്. റെഡി? നമുക്ക് മത്സരം തുടങ്ങിയാലോ? അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അത് മുട്ടിൽ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വെക്കുക. കൈ വിറക്കൊന്നും വേണ്ട, നമുക്ക് ജയിക്കും. സമയമുണ്ട്. 20 സെക്കൻഡിനുള്ള മത്സരം തൽക്കാലം ഒക്കുന്നു. പോട്ടെ, അടുത്തത്. നിങ്ങൾ നോക്കി നിൽക്കില്ല, കൈയടിച്ച്. അതാണ് ഇവിടെ എത്തി. അത്രയും ബൗൺസ് ചെയ്യണ്ട. അടുത്തത് പോരട്ടെ. അതൊക്കെ ഒന്ന് ഇനി പയ്യെ കളിക്കട്ടെ. പയ്യ 1 20 സെക്കൻഡ് ആയിട്ട് അത് അങ്ങോട്ട് പോയി. 20 സെക്കൻഡ് ആയിട്ട്
80 സെക്കൻഡ് വരുമ്പോ നമുക്ക് 3 അതിൽ വേണം കേട്ടോ. ആ പോരട്ടെ 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 പോരട്ടെ. കിട്ടും 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 കിട്ടും. അതിനുള്ളിലുള്ളവർ ചാടിപ്പോക്കും. പോരട്ടെ. ആ അത് ബാക്കോട്ട് പോയിട്ടുണ്ട്, ബാക്കോട്ട് പോയിട്ടുണ്ട്. ശ്രമിക്കും ശ്രമിക്കും. കിട്ടും കിട്ടും. നിങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. ചേച്ചി ആ ടെൻഷനിലായി പോയി. ആ ടെൻഷനൊന്നും വേണ്ട. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ റെഡി. പോരട്ടെ. ആ ഓ അത് പോയി. അടുത്തത് പോരട്ടെ. അതും പോയി. പോട്ടെ പോട്ടെ പോട്ടെ. അയച്ചു അത് പോയി. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കൗണ്ട് ഡൗൺ തുടങ്ങാൻ സമയമായി. ഒന്ന് കൂടെ നിന്നോ. 10 9 8 7 6 5 4 3 1 2 1 രണ്ടെണ്ണം കഴിഞ്ഞു. സമയം കഴിഞ്ഞു. 2 എണ്ണം എത്തിച്ചിട്ടോ. പക്ഷെ അവസാനം ഞാനിത് ആ കൗണ്ട് ഡൗൺ ഒന്ന് സ്ലോ ആക്കിയായിരുന്നു, ജയിക്കട്ടെ കരുതിയിട്ട്. അപ്പോ ഷീന 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ കളിക്കളത്ത് നിന്ന് ടാറ്റ പറയുന്നത്. 1000 രൂപ സ്വന്തമായി. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കളിക്കാൻ പറ്റിയതിന്റെ വലിയ ഭാഗ്യം. അതാണ് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇവിടെ വരുന്ന എല്ലാവർക്കും കാണണം. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? വേറെ എന്താ ഹോബിയും പരിപാടിയൊക്കെ ഉള്ളത്? പരിപാടി ക്രിയേറ്റിവിറ്റിയാ കൂടുതൽ. എന്താണ് ചെയ്യാറ്? ഫ്ലവർ മേക്കിംഗ് അങ്ങനെ. ഓ അത് ശരി. അത് വിൽപ്പനയൊക്കെ ഉണ്ടോ? മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ചേട്ടനൊരു സഹായമോ? ആണല്ലേ? ഓക്കെ. അപ്പൊ കൂടുതൽ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. ലൈഫ് എൻജോയ് ചെയ്യുക. കാര്യങ്ങൾ ഉഷാറാവട്ടെ. അപ്പൊ ഇതുവരെ മത്സരിച്ചതിന് വളരെ നന്ദി. ടാറ്റ. താങ്ക് യു. ഷീന 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ട് പോയി. ഓക്കെ. ഇനി ക്യാഷ് പ്രൈസ് അല്ല, ഈ ഗെയിം ഒന്ന് കളിക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു സമ്മാനം തരാം. ആർക്കാ ധൈര്യമുള്ള ഒന്നുകൊണ്ട് വരാനായിട്ട്? പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോന്ന്? ആ അവിടെ ഒരു കൈവൊക്കെ ഉണ്ട്. മോള് വന്നേ. ഒരു നല്ല മിടുക്കി കൊട്ടി. അപ്പോ ഇത് അൺഎക്സ്പെക്ടഡ് ഒരു ഗസ്റ്റ് ആണ്. നമ്മുടെ ഗസ്റ്റ് മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്താ മോളുടെ പേര്? നന്ദിത. അംബോസ് ഭയങ്കര സ്മാർട്ട് ആള്. ഞാൻ ഇവിടെ മത്സരിക്കുന്നവരെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കം മുതലേ. അപ്പൊ നന്ദിതയെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഇത് നമ്മളൊരു സമ്മാനത്തിന് വേണ്ടി മത്സരിക്കുന്നതാണ് കേട്ടോ. നന്ദിത എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. ഏതാ സ്കൂളില്? അത് ശരി. എത്ര? 5th B. അതിലേതിലാ? സിയിലാണ്. അത് ശരി. ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ലൈബ. നാളെ ലൈബനോട് പോയിട്ട് പറഞ്ഞു കൊതിപ്പിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ സി കേരളത്തിന്റെ പരിപാടി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ ആരെങ്കിലും വന്നുണ്ടോ? അമ്മ എവിടെ? ആ അവിടെ ഉണ്ടല്ലേ. അത് ശരി. ഓക്കെ. അമ്മയുടെ അച്ഛന്റെ പേരൊക്കെ എങ്ങനെയാ? ഓക്കെ. എന്തായാലും നമുക്ക് ഈ ഗെയിമിലേക്ക് പോയാലോ? മനസ്സിലായില്ലേ? മുട്ടുകയിൽ ബോൾ വെക്കുന്നു, എറിയുന്നു, നമ്മൾ ഇതിൽ വീഴ്ത്തുന്നു. കളിച്ചു നോക്കാം. നന്ദിത അപ്പോ 80 സെക്കൻഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുട്ടിൽ ബോൾ വെക്കുന്നു, എറിയുന്നു, ഈ കൊട്ടയിലേക്ക് ഇടുന്നു. നമുക്ക് നന്ദിതയ്ക്ക് ചെറിയ ഒരു അയവ് വരുത്തി കൊടുക്കാം. 3 ബോളൊന്നും നന്ദിത ഇടണ്ട. നന്ദിത 2 ബോൾ ഇട്ടാ മതി. റെഡി അല്ലേ? 80 സെക്കൻഡിൽ 2 ബോൾ. ഓക്കെ. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മെല്ലെ. ആ പോണ ബോൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ വെക്കുന്നു. വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ നന്നായിട്ട് കൈയടിക്കും. ആ നന്ദിതയുടെ സ്മാർട്ട്നെസ് നിങ്ങൾക്കില്ലല്ലോ. ആ പോട്ടെ. അവിടെ വെച്ചോ. അത് അതിൽ തട്ടിയിട്ട് പുറത്തേക്ക് വന്നു. കുഴപ്പമില്ല. കിട്ടും. ആ കിട്ടും. ട്രൈ ചെയ്യ്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തേ. ആ അപ്പൊ കിട്ടിയാനെ പൊന്തി കഴിയുമ്പോൾ ജസ്റ്റ് താഴേക്ക് ഇരുന്ന് നോക്കി. അപ്പൊ അത് കിട്ടും. ഓക്കെ. പയ്യെ ട്രൈ ചെയ്താൽ മതി. അയച്ചു. അത് പോയി. അടിപൊളി. സൂപ്പർ. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതവിടെ കിടന്നോട്ടെ. ഇനി അടുത്തത് കൂടെ എത്തിച്ചാൽ മതി. ഒരെണ്ണം കൂടെ എത്തിച്ചാ ജയിച്ചു. പതുക്കെ. എന്തായാലും കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ടെൻഷൻ വേണ്ട നന്ദിത. 10 9 8 7
6, 5, 4, 3, 2, 1 എണ്ണുന്നതിന് മുമ്പ് ഓർമ്മ ഇട്. 1. ഒരു നല്ല കൈഡി കൊടുത്തേ നന്ദിതയ്ക്ക്, നല്ല കൈഡി. നന്ദിത സൂപ്പറാണ്, അടിപൊളിയാണ്, മിടുമിടുക്കിയാണ് അല്ലേ? കാരണം ചോദിച്ചപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് ആള് ഭയങ്കര സ്മാർട്ടായിട്ട് ഓടി വന്നേ. ഇപ്പോഴും നോക്കി ഇനി അടുത്ത ഗെയിം ഉണ്ടെങ്കിൽ പോരട്ടെ എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത്. നന്ദിത, അപ്പൊ നന്ദിതയുടെ ആ സ്മാർട്ട്നെസ്സിന് നമ്മളൊരു സമ്മാനം തരുവാണ്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ വക കാരവൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. നല്ലൊരു കൈ കൊടുത്തേ നന്ദിതയ്ക്ക്. നന്ദിത ഇതുപോലെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോയി ഉഷാറാവട്ടെ കേട്ടോ. വീണ്ടും കാണാം. ടാറ്റ ബൈ. മൊത്തത്തിൽ ഉഷാറായി. 2 ദിവസം നമ്മൾ ഇവിടെ കണ്ണൂര് ചേലോറയിലായിരുന്നു. ചേലോറക്കാര് നമുക്കിത് ഉത്സവമാക്കി തന്നു. നിങ്ങൾക്ക് തന്നെ ഒരു നല്ല കൈഡി കൊടുത്തേ. അതാണ് ഇവിടെ AKG സ്മാരക വായനശാലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വരികയും ഈ ഒരു സി കേരള സൂപ്പർ ബമ്പർ ഗെയിം ഷോ ഇവിടെ നടത്തുകയും ചെയ്തത്. നിങ്ങൾ ചെയ്തു തന്ന സഹകരണത്തിന് ഒരു വലിയ നന്ദി ഇപ്പം അറിയിക്കുന്നു. ഒപ്പം സി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ വഴിയേ വന്നുകൊണ്ടേയിരിക്കും. ഒപ്പം നാളെ നിങ്ങളുടെ ഇടയിലായിരിക്കും ഇതുപോലെ നമ്മൾ വരിക. 1000, 25,000 രൂപയും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് പൊടി പാറ്റിക്കാം. തൽക്കാലം ഇന്ന് മിഥുൻ പറയുന്നു ഗുഡ്